വെൽക്കം ബാക്ക് ടു ബ്ലിസ്ഫുൾ ബട്ടർഫ്ലൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. എല്ലാവരും വിഷു ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ എത്രയൊക്കെ വിഷു നമ്മൾ ആഘോഷിച്ചാലും ഏറ്റവും ഓർമ്മ നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ വിഷുവാണ് അല്ലേ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കമ്പി കത്തിച്ച് തുടങ്ങി പതിയെ പതിയെ ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മളത് ഓലപ്പടക്കം കത്തിച്ച് തുടങ്ങി. അതിൽ നിന്ന് പിന്നെ ആനപ്പടക്കത്തിലോട്ടെത്തി. പിന്നെ ചേട്ടൻ ഗുണ്ടൊക്കെ പൊട്ടിച്ച് കാണുമ്പോൾ എനിക്കും പൊട്ടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ധൈര്യമൊക്കെ സമ്പാദിച്ച് ഒരു ഗുണ്ടവും ആലപ്പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മോ ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഇല്ല, അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ വീട്ടിൽ അമ്മ വയ്ക്കുന്ന കണിന്ന് എനിക്ക് മുമ്പ് കണി കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ കുറേ പിള്ളേഴ്സ്, അതായത് ഇപ്പോൾ എൻ്റെ കസിൻസും അതുപോലെ തന്നെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാരും ഫ്രണ്ട്സും പിള്ളേരൊക്കെ കണി അറേഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ രാത്രി ഒരു 2 മണി 3 മണിക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലിൽ നമുക്ക് പടക്കം പൊടിക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ വാതിൽ തുറന്ന് കണ്ണടച്ച് ചെല്ലുമ്പോൾ നല്ല രസമുള്ള കണി അവർ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഉരുളിയിൽ കണ്ണനൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ളൊരു കണിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാലത്ത് അമ്മ വയ്ക്കുന്ന കണി കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 2 3 കണിയൊക്കെ കണ്ടു കാണും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ടെൻഷനായിരിക്കും, നമ്മൾ കാലത്ത് ഇനി കണ്ണു തുറക്കുമ്പോൾ വേറെ ആരെങ്കിലും കാണുമോ കണിന്നൊക്കെ. പക്ഷെ അങ്ങനെ അമ്മ നമ്മുടെ കണ്ണൊക്കെ വന്ന് പൊത്തി കാലത്ത് നമുക്ക് നല്ല ഉണ്ണിക്കണ്ണനൊക്കെ കണിയൊക്കെ കാണിച്ചു തന്ന് അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. ഭയങ്കര സുഖമുള്ള ഓർമ്മയാണ് വിഷു എന്ന് പറയുമ്പോൾ. നമ്മൾ ആലോചിക്കാറുണ്ട്, അമ്മമാർക്ക് ആരാണോ കണി കാണിച്ചു കൊടുക്കുന്നത്, ആരുമില്ലല്ലോ കണി കാണിച്ചു കൊടുക്കാൻ, കാരണം അവരെല്ലാം കണി ഒരുക്കുന്നത്. അങ്ങനെ പിന്നെ സദ്യ, നമ്മൾ കാലത്ത് പോയി അമ്പലത്തിൽ പോയി അവിടുത്തെ കണി കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അമ്മ നല്ല അടിപൊളി പായസവും നല്ല രുചിയുള്ള സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അച്ഛനും അമ്മയൊക്കെ ഒരു ഉരുള വാരി തരുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതൊക്കെ ഒരു ഓർമ്മയല്ലേ. പിന്നെ അത് കൂടാതെ നമ്മുടെ വിഷുക്കോടി പുതിയ ഡ്രസ്സ് ഇടുക, പിന്നെന്താ നമ്മുടെ മെയിൻ സംഭവം എന്താണ്, വിഷു കൈനീട്ടം. അപ്പോൾ ആ സമയത്തൊക്കെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് 20 രൂപയോ 10 രൂപയോ മാക്സിമം പോയി 50 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തോ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ പാപ്പന്മാർ വലിയച്ഛന്മാരൊക്കെ കൊണ്ടുവന്ന് തരുന്ന വിഷു കൈനീട്ടൊക്കെ കൂട്ടി വെച്ച് നമ്മളിങ്ങനെ അവർ ഓരോ കൈനീട്ടം തരുമ്പോഴും നമ്മൾ മനസ്സിൽ കൈകൂട്ടായിരിക്കും, ഭഗവാനെ 500 അടിക്കുമോ അങ്ങനെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിഷുക്കണി എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യലാണല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഞാൻ കാണാറുണ്ട് വിഷുക്കണിയായിട്ട് കൊടുക്കുമ്പോൾ 100 രൂപ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനേക്കാളും എനിക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു ഒറ്റക്കോയിനാണെങ്കിൽ പോലും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വലുതായി കഴിഞ്ഞ് നമ്മൾ വേറെ പുറം നാട്ടിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ മുംബൈയിലുണ്ടായിരുന്നു കുറച്ച് നാൾ. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ അസോസിയേഷൻസ് ആയിരുന്നു, അതായത് LKM എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ഓണം വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ മുംബൈയിൽ നിന്ന് ഇപ്പോൾ ന്യൂസിലൻഡിൽ വന്നപ്പോൾ വീണ്ടും മലയാളികളുടെ എണ്ണം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മുംബൈനെ വെച്ച് നോക്കുമ്പോൾ കുറവല്ല മലയാളീസ് ഇവിടെ. പക്ഷെ അവരെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഇവിടുത്തെ അസോസിയേഷൻസ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ അസോസിയേഷൻസ് പറയുകയാണെങ്കിൽ മലയാളി ഹിന്ദു സമാജം അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ എല്ലാ മലയാളീസിനെയും കൂടി കണക്ട് ചെയ്ത് നമ്മളൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ ഫാമിലീസിൻ്റെ കൂടെ ആഘോഷിക്കുന്ന പോലെയാണ് ഇവരുടെ കൂടെ ആഘോഷിക്കുമ്പോൾ. വലിയൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. പരിപാടികളൊക്കെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച്, അതുകൂടാതെ തന്നെ കണിയൊക്കെ ഒരുക്കി, ഈവൻ സദ്യ പോലും പുറത്തുനിന്നൊന്നല്ല ഓർഡർ ചെയ്യുന്നത്, അവർ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നല്ല രുചിയുള്ള സദ്യ ഉണ്ടാക്കിയിട്ടാണ് വിളമ്പുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ നാട്ടിൽ പോയി ഒരു വിഷു ആഘോഷിച്ചൊരു ഫീല് കിട്ടും. നമുക്കങ്ങനെ വിഷു ആണല്ലോ, ഫാമിലീനെ മിസ് ചെയ്യുന്നത് ഒന്ന് കുറച്ച് കുറയും ഇങ്ങനെയൊക്കെയുള്ള അസോസിയേഷൻസിൻ്റെ പരിപാടി കാരണം. അപ്പോൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ മലയാളി ഹിന്ദു സമാജത്തിൻ്റെ അസോസിയേഷൻ അറേഞ്ച് ചെയ്യുന്ന ഒരു വിഷു പരിപാടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വിഷു പരിപാടിയുടെ കുറച്ച് ഗ്ലിംസസ് കാണിച്ചു തരാം. ഞങ്ങളിവിടെ ചെറിയൊരു രീതിയിൽ വിഷു ആഘോഷിക്കാനായിട്ട് പോവാണ്. ഒരു സായി മന്ദിറുണ്ട്, ആ സായി മന്ദിറിലാണ് ഇവിടെ വിഷു ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഓൺ ദ വേ ആണ് ഞാനും വിനിച്ചാനും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തി. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഇത് ഷിരടി സായിബാബയുടെ അമ്പലമാണ്, പക്ഷെ എല്ലാ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ 3 ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. നമുക്ക് കാണാൻ പോവാം.
വിഷു കോടി, വിഷു പടക്കം, അങ്ങനെ കുടുംബങ്ങൾ ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമുക്ക് വിഷു. ഈ വിഷു കാലത്ത് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ സുഖസൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ
നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തൊക്കെ. മെയിൻ ഷെഫ് അല്ലേട്ടനും വൈഫുമാണ്. ഇതാണ് നമ്മുടെ അനിലേട്ടൻ മെയിൻ ഷെഫ്. സാമ്പാർ അനിലേട്ടൻ ഉണ്ടാക്കിയതാണ്. ഞാൻ മാത്രം ഉണ്ടാക്കിയല്ല. സ്പെഷ്യൽ ഇന്നലെ ഞങ്ങൾ ഫോട്ടോസ് കണ്ടു ഗ്രൂപ്പിൽ. എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്തു. പായസം. എന്ത് പായസം? അടപ്പായസം. എരിശ്ശേരി. പുളിശ്ശേരി. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പണിയാണല്ലേ? ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ. എൻ്റെ പേര് രാജേഷ്. ദിനേഷ്. അനീഷ. ചേച്ചി ഇതാണ് നമ്മുടെ അല്ലേട്ടൻ്റെ വൈഫാണ്. ഞാൻ അങ്ങോട്ട് തരുന്നില്ല. മുടിയൊക്കെ അയച്ചിട്ടില്ല. ഇതാണ് മെയിൻ ആൾക്കാർ. നമ്മുടെ വിഷുവിന്റെ ഷെഫുകളാണ് ഇവരൊക്കെ. ഇതിന് കുറെ നാൾക്ക് ശേഷം സദ്യ കഴിക്കാൻ പോവാണ്. അപ്പൊ അതിൻ്റെതായുള്ള 1.5 വർഷമായിട്ടുണ്ട് സദ്യ കഴിച്ചിട്ട്. അതിന്റെ ഞാൻ വരാം ഷോപ്പിംഗ്. ഇതെന്താണ്? ഇത് നാരങ്ങക്കറി. ഭയങ്കര സന്തോഷം. കുറെ നാളിന് ശേഷം നമ്മുടെ സദ്യ കണ്ടതിന്റെ സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ സദ്യ റെഡിയായി കഴിഞ്ഞു. ഒരുപാട് വെയിറ്റ് ചെയ്ത് കിട്ടിയുള്ള സദ്യയാണിത്. ഒരു 1.5 വർഷത്തിന് ശേഷം കഴിക്കുന്ന സദ്യയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇല്ല ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാണിച്ചു തരാം ഓരോരോ ഡിഷ്. ഇത് നമ്മുടെ ക്യാബേജ് തോരൻ, പിന്നെ എലിശ്ശേരി ഉണ്ട്, മത്തങ്ങ പയർ എലിശ്ശേരി, ഇത് അവിയൽ, പിന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ട്, പൈനാപ്പിൾ കറി ഉണ്ട്, ദാലുണ്ട്, ഇഞ്ചമ്പുളി ഉണ്ട്, മാങ്ങച്ചാറുണ്ട്, പിന്നെ ചക്ക വറുത്തതും കായ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പപ്പടം, പഴം. പക്ഷെ ഇത് കുറച്ചുകൂടി അധികം വേണം അല്ലേ? സാമ്പാർ എത്തിയിട്ടില്ല. പക്ഷെ സദ്യ കണ്ടതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് എല്ലാം തുടങ്ങി കഴിക്കാനായിട്ട്. ക്യാബേജ് ഉപ്പേരി നല്ല രസമുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഉപ്പേരിയും കറിയും ഒക്കെ നല്ല നല്ല രസമുണ്ട്. ചില വേണമെങ്കിൽ കുറേ നാൾക്ക് ശേഷം കഴിക്കണ കാരണം കൂടി ഒന്നുകൂടെ ടേസ്റ്റ് കൂടി. പിന്നെ എന്താണ് എലിശ്ശേരിയും അതെ, എല്ലാത്തും നല്ല രസമുണ്ട്.